നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ പറ്റിയാണ് പഠിച്ചത്. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ ഡിഫറെൻറ്റ് പ്രോസസ്സസ് നോക്കാം. ഫസ്റ്റ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ യു അതിൻ്റെ വാല്യൂ 0 ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ. സോ ഡെൽറ്റ യു 0 മീൻസ് ദാറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യൂ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന എല്ലാ ഹീറ്റും, ഓക്കെ, നമുക്ക് പുറത്തുനിന്ന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഏത് സിസ്റ്റത്തിൽ നമുക്ക് ഹീറ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ പുറത്തുനിന്ന് ഹീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പുറത്തോട്ടേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇപ്പം ഹീറ്റ് കൊടുത്തു വിചാരിച്ചു ഏതെങ്കിലും ഒരു ഐസോതെർമൽ സിസ്റ്റത്തിലേക്ക്, അപ്പം എന്ത് ചെയ്യുക? അവർ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ആയിട്ട് ചെയ്യും. അല്ലാണ്ട് ആ ഒരു ഹീറ്റ് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കില്ല, വെറും വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം എന്താ വേണ്ടത്? ഐസോതെർമൽ പ്രോസസ്സിന് ബൗണ്ടറി വാൾ ഷുഡ് ബി ഡയാതെർമിക്. ഡയതെർമിക് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു നോക്കുക, ഡയതെർമിക് അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഹീറ്റ് കൊടുത്ത് വിചാരിച്ചോ, പുറത്തുനിന്ന് ഹീറ്റ് കൊടുത്ത്, ഓക്കെ, ഇപ്പോൾ ഹീറ്റ് കൊടുത്താൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സിസ്റ്റത്തിന്? ഒന്നെങ്കിൽ ഇൻറ്റേർണൽ എനർജി കൂട്ടാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യാം. ഓക്കെ, ശരി. അതെ, ഞാൻ പുറത്തുനിന്ന് ഹീറ്റ് അല്ല കൊടുക്കുന്നത്. ഇതിൻ്റെ ഡയതെർമിക്കിന് ഇമ്പോർട്ടൻസ് കിട്ടണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഒരു കംപ്രഷൻ ചെയ്യുക, ഏതെങ്കിലും സിസ്റ്റത്തിൻ്റെ മുകളിൽ കംപ്രഷൻ ചെയ്യുക, ഒരു ഐസോതെർമൽ സിസ്റ്റത്തിൽ കംപ്രഷൻ ചെയ്യുക. ഇത് ഡയതെർമിക് അല്ലാണ്ട് അഡിയാബാറ്റിക് വാൾസ് ആണെങ്കിൽ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻറ്റേർണൽ എനർജി കൂട്ടാം, അല്ലെങ്കിൽ പുറത്തോട്ടേക്ക് ഹീറ്റ് എമിറ്റ് ചെയ്യാം. ഓക്കെ, ഇൻറ്റേർണൽ എനർജി കൂട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്, കാരണം ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ ഇൻറ്റേർണൽ എനർജി കൂട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഹീറ്റ് പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യണം. അപ്പോൾ ഹീറ്റ് പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എന്താ? ഇവിടെ അഡിയാബാറ്റിക് വാൾസ് ആണ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെയാകുമ്പോൾ അഡിയാബാറ്റിക് വാൾസ് ആണ്, അപ്പോൾ ഹീറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ എനർജി എവിടത്തേക്കും, നമ്മൾ ഈ വർക്കായിട്ട് കൊടുത്ത എനർജി എവിടത്തേക്കും? സ്വാഭാവികമായിട്ടും വർക്കായിട്ട് എനർജി എന്തായിട്ടേ പോകാൻ പറ്റുള്ളൂ? ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലാണ്ടാവും, അന്നേരം അതൊരു എന്താവും? ഐസോതെർമൽ പ്രോസസ് അല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ബൗണ്ടറി വാൾ ഷുഡ് ബി ഡയതെർമിക്. ഇനി ഇവിടെ വേണമെങ്കിൽ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു പ്ലസ് ഡബ്ല്യൂ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എന്താ? ഹീറ്റ് പുറത്തോട്ടേക്ക് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ പ്ലസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് സിസ്റ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ടേക്ക് ഹീറ്റ് അവിടെ എമിറ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ബൗണ്ടറി വാൾ അഡിയാബാറ്റിക് അല്ലാണ്ട് ഡയതെർമിക് ആണെന്ന് പറയുന്നത്. ഇനി അടുത്ത അഡിയാബാറ്റിക് പ്രോസസ്സിൽ നോക്കാം. എന്ത്? അഡിയാബാറ്റിക് പ്രോസസ്സിൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദാറ്റ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ, റൈറ്റ്? അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ഫ്ലോ ഫ്രം ദി സിസ്റ്റം ഉണ്ടാവില്ല, ടു ദ സിസ്റ്റം ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ക്യൂ 0 ആണ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എന്ത് കൊടുത്തു കഴിഞ്ഞാലും, എന്ത് വർക്ക് കൊടുത്തു കഴിഞ്ഞാലും അത് കംപ്ലീറ്റ്, ആ എനർജി കംപ്ലീറ്റ്ലി എന്താണ്? ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ സിസ്റ്റം തന്നെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇൻറ്റേർണൽ എനർജി കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി കുറയുന്നു. അങ്ങനെ ഇൻറ്റേർണൽ എനർജി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ ടെമ്പറേച്ചർ കുറയുന്നു. ആൻഡ് സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻറ്റേർണൽ എനർജി കൂടുന്നു. അങ്ങനെ ഇൻറ്റേർണൽ എനർജി കൂടിയിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ഐസോകോറിക് പ്രോസസ്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ലോ എഴുതാം, ക്യൂ പ്ലസ് പി ഡെൽറ്റ വി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഐസോകോറിക് പ്രോസസ്സിൽ എന്താണ്? വോളിയം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വർക്കൊന്നും ഉണ്ടാവില്ല, കാരണം വോളിയത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വർക്ക് എന്ന് പറയുള്ളൂ അല്ലേ, പി ഡി വി. ഇത് വർക്കില്ല. ദാറ്റ് മീൻസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്ന എല്ലാ ഹീറ്റ് എനർജിയും എന്തിലേക്കാണ് പോകുന്നത്? ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് സാർ ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ അഥവാ ഹീറ്റ് പ്ലസ് ഹീറ്റ് കൊടുത്തത്, ദാറ്റ് മീൻസ് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തതിന് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്നുണ്ട്. ഇനി സിസ്റ്റം ഹീറ്റ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി കുറയുന്നുണ്ട് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറയുന്നുണ്ട് എന്ന് പറയാൻ പറ്റും കോൺസ്റ്റന്റ് വോളത്തിൽ. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് വോളത്തിലുള്ള ഹീറ്റ് നമ്മൾ പ്രത്യേകം ക്യൂ വി എന്ന രീതിയിൽ കൊടുക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്യൂ വി എന്ന് കൊടുത്താൽ മനസ്സിലാവും ഹീറ്റ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ ആ ഹീറ്റ് കംപ്ലീറ്റ് എന്തിലേക്കാണ് പോകുന്നത്? ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടിയോ കുറക്കാൻ വേണ്ടിയോ ഉപയോഗിക്കുന്നത് മനസ്സിലാവും. ഇനി ഐസോബോറിക് പ്രോസസ്സ് നോക്കാം. ഐസോബോറിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ? അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ നമ്മുടെ മറ്റേ പരിപാടി എഴുതിയത്? ഫസ്റ്റ് ലോ എഴുതുക, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ കുറച്ച് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ്, ഞാൻ ഇതെങ്ങനെ എഴുതും? മാറ്റി എഴുതും. ഞാൻ ക്യൂവിനെ മാറ്റി എഴുതും. ദാറ്റ് ഇസ് ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യൂ. ഇനി ഡെൽറ്റ യു മൈനസ് ഡബ്ല്യൂവിനെ എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ്, ഒരു എക്സ്ട്രാ മൈനസ് ഉണ്ട്, ദാറ്റ് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാൻ പറ്റും, റൈറ്റ്? ഇങ്ങനെ എഴുതിക്കൂടെ? കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. കോൺസ്റ്റന്റ് പ്രഷറിലെ ഇൻറ്റഗ്രേഷൻ ഇങ്ങനെ വരും, പക്ഷേ ഇത് കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് വർക്ക് ഡൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വി ടു മൈനസ് വി വൺ, ആൻഡ് ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ യു ടു മൈനസ് യു ടു മൈനസ് യു വൺ, ഓക്കെ, പ്ലസ് വി ടു മൈനസ് വി വൺ, റൈറ്റ്? ഇതൊന്ന് നേരെ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് യു ടു പ്ലസ് പി വി ടു, ഓക്കെ, മൈനസ്
u1 പ്ലസ് പി വി വൺ. ഓക്കെ, ഇനി u2 പ്ലസ് പി വി ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ട് അതെന്താണ്, എൻതാൽപ്പിയാണ്. സോ എൻതാൽപ്പി ഡെൽറ്റ എച്ച് ടു, ആ ടു അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് 2 ആയിട്ട് വരുന്നുണ്ട്. അത് ഇയാളെന്ന എൻതാൽപ്പിയാണ് ഡെൽറ്റ എച്ച് 1. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ഐസോബാറിക് പ്രോസസ്സിൽ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻതാൽപ്പി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലായി, നമ്മളൊരു പുതിയൊരു ടേം എന്തുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്, ഫോർ ഐസോബാറിക് പ്രോസസ്സിലാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറഞ്ഞ ടേം ഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് വരുന്നത്, കാരണം വെച്ചാൽ കുറച്ച് ഹീറ്റ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് ഹീറ്റ് ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂട്ടിയിട്ട് ഒരു ടേം, ഒരു പെർട്ടിക്കുലർ ടേം നമുക്ക് വേണമെങ്കിൽ അതിനെ എൻതാൽപ്പി എന്ന് വിളിക്കാം. സോ നമ്മൾ ഐസോബാറിക് പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ക്യൂ, ദാറ്റ് ഈസ് പ്രഷർ, കോൺസ്റ്റന്റ് പ്രഷർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എൻതാൽപ്പിൻ്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, അല്ലെങ്കിൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതറിയാം. പിന്നെന്താ വേണ്ടത്, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ക്യൂ വി എന്ന് എഴുതിക്കൂടെ, കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഉണ്ടാകുന്ന ആ ഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി അല്ല. കാരണം കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എല്ലാം എൻതാൽപ്പി ചേഞ്ച് അല്ല, ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ക്യൂ വി എന്ന് എഴുതാൻ പറ്റും. ഇനി ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമുക്ക് ക്യൂ പി എന്ന് എഴുതാം. കാരണം കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ സമയത്ത് നമ്മൾ പുറത്ത് കൊടുക്കുന്ന ആ എനർജി എന്തിലേക്ക് മാറുന്ന, എൻതാൽപ്പിയുടെ ചേഞ്ചിന് മാറുന്നത്, അല്ല ആ ഹീറ്റ് എനർജി എൻതാൽപ്പിയുടെ ചേഞ്ച് ആയിട്ട് മാറുന്നതാണ്. സോ ഡെൽറ്റ എൻ ജി ആർ ടി. ഈ ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ചിലപ്പോൾ എവിടെയെങ്കിലും ഉപയോഗപ്പെടാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസിലൊക്കെ ഉപയോഗപ്പെടാം. അപ്പോൾ ഇതിൽ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്, പക്ഷേ ഇക്വേഷൻസ് എല്ലാം കുറേയൊക്കെ ലോജിക്കലായിട്ട് ചെയ്യാൻ പറ്റും. ഡെൽറ്റ എച്ച് ഡെൽറ്റ യു ആദ്യം ബേസിക് ഇക്വേഷൻ, അത് നമ്മുടെ ഫസ്റ്റ് വർക്ക് ഡൺ ഇക്വേഷൻ അത് പഠിക്കാം. അതിനുശേഷം എൻതാൽപ്പിയുടെ ഇക്വേഷൻ അത് ഡയറക്റ്റ് പഠിക്കാം. ഓക്കെ, എൻതാൽപ്പിയുടെ രണ്ട് ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, അല്ലെങ്കിൽ ഡെൽറ്റ പി വി എന്ന് പറയാൻ പറ്റും. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ആ രണ്ട് ഇക്വേഷൻ പഠിക്കുക. ആ രണ്ട് ഇക്വേഷൻ പിന്നെ നമുക്ക് ഈ ക്യൂ പി ക്യൂ ബി അതുണ്ടായിക്കൂടെ സിമ്പിളായിട്ട്. ഓക്കെ, ഇനി നമ്മളെന്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ പറ്റിയൊന്നും കാര്യങ്ങൾ നോക്കാൻ പോവാണ്. എന്താണ് മോളാർ കപ്പാസിറ്റി? ഇവിടെ ആക്ച്വലി എന്നിൻ്റെ ആവശ്യമുണ്ട് സാർ, അത് കൊടുക്കാത്തതിനെ നോക്കട്ടെ. സി വി, ഓക്കെ, ഡി ക്യൂ ഡിവൈഡ് ബൈ ഡി ടി എൻ. അപ്പോൾ എന്താണ് സി വിൻ്റെ കാര്യം, ഞാൻ വിൻ്റെ കാര്യം എന്താ പറയുക. ആദ്യം എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സാധനത്തിൻ്റെ ഒരു മോൾ എടുത്തിട്ട് അതിൻ്റെ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഹീറ്റ് എനർജിയാണ് അത്. ദാറ്റ് ഈസ് ഡി ക്യൂ ഡിവൈഡ് ബൈ എൻ ഡെൽറ്റ ടി. ഇനി സി വി അറ്റ് ദാറ്റ് ഈസ് സ്മോളർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി ചേഞ്ച് എന്തിലേക്കാണ് പോകുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റേർണൽ എനർജിയിലേക്കാണ് പോകുന്നത്. കാരണം വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡി ക്യൂയുടെ പകരം ഡി യു എന്ന് കൊടുക്കാൻ പറ്റും, എൻ ഡി ടി എന്ന് പറയാൻ പറ്റും. ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഇൻറ്റേർണൽ എനർജിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ചേഞ്ച് ഇൻറ്റേർണൽ എനർജി വാല്യൂ കിട്ടണം സി വി ഇൻറ്റു എൻ ഡി ടി. ഡി ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സി വി ഇല്ലേ, ആ സി വി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കോൺസ്റ്റൻറ്റ് ഒന്നല്ല, അത് മേ ബി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ആവാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കിട്ടണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നേരം സി വി ആസ് എ ടേം ഓഫ് ടെമ്പറേച്ചർ കിട്ടിയാൽ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ ഈ രീതിയിൽ തന്നെ സി വി ഇൻ എൻ ഡി ടി ഇൻറ്റഗ്രേഷൻ, ഡി ടിയുടെ മാത്രം ഇൻറ്റഗ്രേഷൻ വരും, അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ അടുത്ത കൺസെപ്റ്റിൽ അതിൻ്റെ മുമ്പേ എന്നെ മനസ്സിലാക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടിയത് ഡെൽറ്റ യു ഈക്വൽ ടു ഈ പറഞ്ഞ ഇക്വേഷനാണ്. അപ്പോൾ കണക്ക് പ്രകാരം മാത്തമാറ്റിക്സ് പ്രകാരം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അത് 0 ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജിക്ക് ഒരു ചേഞ്ചും ഇല്ല എന്ന് തന്നെയാണ്. ഡെൽറ്റ യു ഇസിക്വൽ 0 എന്ന് നമുക്ക് കണക്ക് പ്രകാരം കിട്ടുന്നുണ്ടെങ്കിലും ആ ഒരു റിസൾട്ട് തെറ്റാണ്. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ശരിയാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോളിക്കുലർ ഇൻട്രാക്ഷന് ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ, ഒരു സിസ്റ്റത്തിനുള്ളിൽ മോളിക്കുലർ ഇൻട്രാക്ഷന് ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ഇപ്പം പറഞ്ഞത് കറക്റ്റാണ്. ഡെൽറ്റ ടി 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഡെൽറ്റ യു 0 ആണ്. അപ്പോൾ അതിനത് അങ്ങനെ പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം ബോയിലിംഗ് പോയിന്റിലുള്ള ആ ഒരു കേസ്, നമ്മൾ വാട്ടർ ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക് പോകും. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം ഫോം ആവുന്ന ലിക്വിഡും വേപ്പറും തമ്മിൽ, അതാണ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വെച്ചാൽ ബോയിലിംഗ് പോയിന്റിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, നമ്മൾ ചൂടാക്കും, ഓരോന്നും ചൂടും. അപ്പം ബോയിലിംഗ് പോയിന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എല്ലാം എടുക്കണമെന്നല്ല പറയേണ്ടത്. എല്ലാ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഹീറ്റ് എനർജി അത് എന്തിലേക്കാണ് പോകുന്നത്, ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടിയാണ് പോകുന്നത്. ചിന്തിച്ച് നോക്ക്. അല്ല, ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി അല്ല പോകുന്നത്. ആക്ച്വലി അത് എന്തിനാണ് പോകുന്നത്, ഈ പറഞ്ഞ നമുക്കറിയാം ലിക്വിഡ് കുറച്ചുകൂടി അടുത്തടുത്തുള്ള മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ആയിരിക്കും. സോ ആ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പുറത്തുനിന്ന് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇൻറ്റേർണൽ എനർജിയുടെ ഭാഗത്തേക്കല്ല, ടെമ്പറേച്ചർ കൂട്ടാനും കാര്യങ്ങളൊന്നും അല്ല പോകുന്നത്. ഇൻറ്റേർണൽ എനർജിൻ്റെ കാര്യം പോട്ടെ, ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉപയോഗിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന കാര്യം മനസ്സിലായി. എന്ന് വെച്ചിട്ട് ഇൻറ്റേർണൽ എനർജി 0 ആണോ എന്ന് പറയാൻ പറ്റുമോ?
ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലെങ്കിൽ ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. ഇല്ല നോക്കൂ, കാരണം ഇവിടുന്ന് ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്കാണ് പോകുന്നത്. വേപ്പറിൽ ഡെഫിനറ്റ്ലി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ കുറവാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വൈബ്രേഷൻ എനർജി, അതാണ് ഇന്റേണൽ എനർജിയുടെ ഡെഫിനിഷൻ. അപ്പോൾ അതൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും എന്തായാലും. അപ്പോൾ ലിക്വിഡിനേക്കാളും ഡിഫറൻറ്റ് ആയിരിക്കും വേപ്പറിലുള്ള കംപ്ലീറ്റ് ഇന്റേണൽ എനർജി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇന്റേണൽ എനർജി ഡെഫിനറ്റ്ലി ഡിഫറൻസ് ഉണ്ട്. കാരണം ലിക്വിഡ് വേപ്പറിലേക്കാണ്, വേപ്പറിലുള്ള ഓരോ എനർജീസിനെ സംഭവിക്കാൻ അത് ഡിഫറൻറ്റ് ആയിരിക്കും എന്തായാലും ഡെഫിനറ്റ്ലി. അതുകൊണ്ട് തന്നെ ഇന്റേണൽ എനർജിക്ക് ആക്ച്വലി ചേഞ്ച് ഉണ്ട്, നോട്ട് ഈക്വൽ സീറോ അല്ല. പക്ഷേ ടെമ്പറേച്ചർ ആണെങ്കിലോ അതിന് സീറോ ആണ്. സോ അങ്ങനത്തെ കേസ് ആവാം. പക്ഷേ അഥവാ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തമ്മിൽ ഒരു ബന്ധവും കാര്യങ്ങളായി അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ എന്താണ് മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സീറോ ആണെങ്കിൽ ഇന്റേണൽ എനർജി സീറോ എന്ന് പറയാൻ പറ്റും. അന്നേരം ഇത് മാത്തമാറ്റിക്കലി കറക്റ്റ് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതൊരു ചെറിയ എക്സെപ്ഷണൽ കേസാണ്. ഇനി അടുത്തത് എന്താണ്, നമ്മുടെ സി ഇസ് ഈക്വൽ ടു വീണ്ടും ഡി ക്യൂ ഡിവൈഡ് ബൈ എൻ ഡി ടി. ഇതാണ് നമ്മുടെ സ്പെസിഫിക് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇനിയായിട്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ആണെങ്കിൽ നമുക്കറിയാം അവിടെ കൊടുക്കുന്ന കംപ്ലീറ്റ് എനർജി ഡി ക്യൂ എന്ന് പറഞ്ഞാൽ അത് എൻതാൽപ്പി ചേഞ്ച് ആയിട്ടാണ് പോകുന്നത്, എൻ ഡി ടി എന്ന് പറയാൻ പറ്റും. ആൻഡ് വി കുഡ് സേ ദാറ്റ് സി പി ഇൻറ്റു എൻ ഡി ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ഇവിടെയും നമുക്ക് പറയാൻ പറ്റും അഥവാ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലെങ്കിൽ, ടെമ്പറേച്ചർ ചേഞ്ച് സീറോ ആണെങ്കിൽ ഡെൽറ്റ എച്ച് സീറോ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. പക്ഷേ പറയാൻ പറ്റും എപ്പോഴാണ് മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. ഇപ്പോൾ ഡെൽറ്റ എച്ച് നമ്മുടെ എച്ച് ഇസ് ഈക്വൽ ടു എൻതാൽപ്പി ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്നാണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എന്താ ടെമ്പറേച്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം ഇവിടെ 1 RT വരും. ഒരു മോളുള്ള അപ്പോൾ ഒരു മനസ്സിലാക്കുക സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു R ആണ്. ഇത് ഒരു മോളിലാണ്. അപ്പോൾ 2-3 മോൾസ് ഉണ്ടെങ്കിൽ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു എത്ര മോൾസ് ഇൻറ്റു എൻ ആർ. ആ ഒരു ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, പിന്നെ ഓരോന്നിൻ്റെയും എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, കോൺസ്റ്റൻറ്റ് വോളിയം, അതുപോലെ കോൺസ്റ്റൻറ്റ് പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ സി പി ബൈ സി വി ദാറ്റ് ഇസ് ഈക്വൽ ടു പോയിസൺ റേഷ്യോ, അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് ചില ഓരോ മോണോട്ടോമിക് ഗ്യാസിൻ്റെ ഒക്കെ നമ്മൾ എവിടെ പഠിക്കും, അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിസിക്സ് പഠിക്കും. ഇതിപ്പം കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, സംഭവിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗ്യാസിനായാലും NF(RT/2) ആണ്. വേർ എഫ് ഇസ് ഈക്വൽ ടു ഫ്രീഡം, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ള സാധനം. ആ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നില്ല. ഓക്കെ, അത് മോണോട്ടോമിക് ഗ്യാസസിന് 3, ഡയോട്ടോമിക് ഗ്യാസസിന് 5 എന്ന രീതിയിലൊക്കെയാണ്. ട്രയോട്ടോമിക് ഗ്യാസസിലാണെങ്കിൽ 6 എന്ന രീതിയിൽ. പിന്നെ വൈബ്രേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ വേറെയും വരുന്നുണ്ട്. അപ്പോൾ വേറെ തന്നെ കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ അവിടെ നിന്ന് വരുന്നത്. ഒരു ചെറിയ ഐഡിയ പറഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കറിയാം സി വിയുടെ കാര്യമാണ് ഡി യു ഡിവൈഡ് ബൈ എൻ ഡി ടി ആണല്ലോ. ഓക്കെ, ഡി യുടെ വാല്യൂ ഞാൻ ഇപ്പോൾ പറയും NFRT/2 ഇൻറ്റു N. എന്നിട്ട് അത് N ക്യാൻസലായി. സോ FRT/2 റൈറ്റ്. സോ FRT/2 ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് 3RT/2 ഫോർ മോണോട്ടോമിക് ഗ്യാസ്. സോ ഇത് കിട്ടി. ഒരു മിനിറ്റ്, ടെമ്പറേച്ചറും കൂടി ഉണ്ടല്ലോ താഴെ. അപ്പോൾ ടി ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ 3R/2 എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. ശരി, ഇത് സി ബി കിട്ടിയിട്ടുണ്ട്. ഇനി സി പി കിട്ടണമെങ്കിൽ എന്താ, സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു R. സോ സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് R. അപ്പോൾ ഇതിനിപ്പോൾ ഒരു ആറും കൂടി ആഡ് ചെയ്യുക. സോ 5R/2 കിട്ടും. 5R/2. അങ്ങനെ ഡയോട്ടോമിക്കിനാണെങ്കിൽ 5 കൊടുക്കുക, എന്നല്ല എഫിൻ്റെ പകരം. ഇത് നല്ല ക്വസ്റ്റ്യനാണ്. 5 moles of a gas, ideal gas at 100 Kelvin are allowed to undergo reversible compression still its temperature becomes 200 Kelvin. Okay, calculate delta U. Fine, delta U ഇതാണ്. അപ്പോൾ നമുക്ക് സി വി ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ സി വി തന്നിട്ടുണ്ട് എന്താ, സി വി ഇസ് ഈക്വൽ ടു എന്താണ് ഡി യു ഡിവൈഡഡ് ബൈ എൻ ഡി ടി. സോ യു നോ ദാറ്റ് ഡി യു ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു എൻ ഇൻറ്റു ഡി ടി. ആൻഡ് സി വിയുടെ വാല്യൂ ദാറ്റ് ഇസ് 28 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ ദാറ്റ് ഇസ് 5. ആൻഡ് ടെമ്പറേച്ചർ ഡിഫറൻസ് 100 നിന്ന് 200ലേക്ക് പോകുന്നത് ദാറ്റ് ഇസ് 100 ഇസ് ഈക്വൽ ടു 28 ഇൻറ്റു 500 ഇസ് ഈക്വൽ ടു 14,000. ദാറ്റ് മീൻസ് 14 കിലോ ജൂൾ എന്ന് പറയാൻ പറ്റും. ഇനി നടത്തേണ്ടത് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നടത്തേണ്ടത്. അപ്പോൾ സി വി വന്നിട്ടുണ്ട്. സോ വി നോ ദാറ്റ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. ദാറ്റ് മീൻസ് സി പി ഇസ് ഈക്വൽ ടു സി വി എത്ര ആയിരുന്നു, 28 പ്ലസ് 6 എന്ന് പറയാൻ പറ്റും അല്ലേ. ആറിൻ്റെ വാല്യൂ 8 ആണ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് സി പിൻ്റെ വാല്യൂ എത്ര കിട്ടിയിട്ടുള്ളത്, ദാറ്റ് ഈസ് ഐ കുഡ് സേ ദാറ്റ് 36. ആൻഡ് സി പി ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഡെൽറ്റ എച്ച് ഡിവൈഡ് ബൈ എൻ ഡെൽറ്റ ടി. സോ വി നോ ഡെൽറ്റ എച്ചും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 36 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഈസ് 5 ഇൻറ്റു ഡെൽറ്റ ടി ദാറ്റ് ഈസ് 100 200 ദാറ്റ് ഈസ് 100. സോ വി കുഡ് സേ ദാറ്റ് 36 ഇൻറ്റു 500 ഇതിൻ്റെ വാല്യൂ എത്രയാണ്, ഇതിൻ്റെ വാല്യൂ 18K എന്നല്ല 18K എന്ന് പറയാം, 18,000. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് സാർ പി വി ആണ് അടുത്തത്. സോ വി നോ ദ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യുടെ വാല്യൂ ദാറ്റ് ഈസ്
14k കിലോ ജൂൾ. ഓക്കെ, 14 കിലോ ജൂൾ പ്ലസ് ഡെൽറ്റ പി വി എന്നാണ് അല്ലേ. ഡെൽറ്റ പി വിയുടെ വാല്യൂ അറിഞ്ഞൂടാ. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ദാറ്റ് ഇസ് 18k. സോ 18k മൈനസ് 14k ദാറ്റ് ഇസ് 4k ആണ് എന്ത് ഡെൽറ്റ പി വിയുടെ വാല്യൂ. സോ 4k ആൻഡ് ഓപ്ഷൻ എ ഇസ് കറക്റ്റ്, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വളരെ സിമ്പിൾ ആണ്. ഇത് സി പിയുടെ വാല്യൂ വന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ. സോ വി നോ ദാറ്റ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു എൻ ഡെൽറ്റ ടി ആൻഡ് സി പി ആസ് എ ടൈമിൻ്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ഡെൽറ്റ എച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എവിടെ നിന്ന് ഇടം വരെ തന്നിട്ടുണ്ട്. എന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നിട്ടുണ്ട്. സോ 0 മുതൽ 0 അല്ല 300 മുതൽ 1000 വരെ ഇൻറ്റഗ്രേറ്റ് സിമ്പിളായിട്ട് ആ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സി പി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തന്നിട്ടുണ്ട്. ടൈം അല്ല, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ. ഇനി ഐസോ തെർമൽ പ്രോസസ്സിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് വർക്ക് ഡൺ ആണ് കണ്ടെത്താൻ പറയുന്നത്. ഇനി വർക്ക് ഡണ്ണിൻ്റെ പരിപാടിയാണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട്, ഗ്യാസിന് എന്തൊരു പ്രഷർ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ്സിൽ നിന്ന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വളരെ ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്മോൾ ആയിട്ടേ പോകുള്ളൂ. വളരെ ചെറിയ ചെറിയ ഫൈൻ ഇൻഫിനിറ്റസിമലി സ്മോൾ നമ്പർ ചേഞ്ച് ഇല്ല, വളരെ ചെറിയ ചെറിയ ചേഞ്ച് ആയിട്ട് മാറും. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയാം. വളരെ ചെറിയ ചെറിയ കുറച്ച് മൂവ്മെൻറ്റ് എന്ന രീതിയിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഈ വർക്ക് ഡൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാൻ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായി. അപ്പോൾ പ്രഷർ ഓഫ് ഇവിടെ ഇക്വലിബ്രിയം ഉണ്ട്, എന്താ പ്രഷർ ഓഫ് ഗ്യാസും അതേപോലെ പ്രഷർ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കും. ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കും നമ്മൾ ചെറിയ ചെറിയ ഷീറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ ഷീറ്റ്സ്. അപ്പോൾ ആ ഷീറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ഒരു പ്രഷർ ഉണ്ടാവും സ്വാഭാവികമായിട്ടും, റൈറ്റ്. അപ്പം അത് കാരണം പ്രഷർ ഉണ്ടാവും. അപ്പം വർക്ക് നടക്കണമെങ്കിൽ എന്ത് വേണം, ചേഞ്ചിന് വോളിയം വേണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഷീറ്റ് അങ്ങോട്ട് മാറ്റി വെക്കും. ഓക്കെ, ഒരു ഷീറ്റ് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു ചെറിയ പ്രഷർ കുറയും. ഇവിടുത്തെ മുകളിലുള്ള പ്രഷർ ചെറുതായിട്ട് കുറയും. അപ്പോൾ എന്താ ചെറുതായിട്ട് കുറയുമ്പോൾ താഴത്തെ പ്രഷർ ചെറുതായിട്ട് കൂടുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ചെറിയൊരു ഡി വി വോളിയം അത് മുകളിലോട്ടേക്ക് പോകും. ഓക്കെ, കറക്റ്റ്. സോ അപ്പോൾ ഉണ്ടാക്കുന്ന വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഡി വി ഇസ് ഈക്വൽ ടു നമുക്കറിയാം മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു. കാരണം എന്ത് മൈനസ് എന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം, മൈനസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുകളിലോട്ടേക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നെ എന്താണ് താഴോട്ടേക്കാണ് ഫോഴ്സ്. അപ്പോൾ മൈനസ് വരും ഇൻറ്റു ഡി വി എന്ന് പറയാൻ പറ്റും. ആൻഡ് വി നോ ദാറ്റ് ഇവിടെ പി എക്സ്റ്റേണലും പി ഗ്യാസും ഏകദേശം സെയിം ആയിട്ട് വരുന്നത്. പി എക്സ്റ്റേണലും പി ഗ്യാസും സെയിം ആയിട്ട് വരുന്നത്. കാരണം ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. എല്ലാം ഓരോ സ്റ്റെപ്പുകളും ഇക്വിലിബ്രിയത്തിലാണ് നടക്കുന്നത്. ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോൾ ഇവിടുന്ന് ഒരു ചെറിയ ഡി വി എത്തുമ്പോൾ ഒരു ഇക്വിലിബ്രിയം, ഇവിടുന്ന് ചെറിയ ഡി വി എത്തുമ്പോൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഏകദേശം പി എക്സ്റ്റേണലും പി ഗ്യാസും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് പി എക്സ്റ്റേണൽ പേര് എനിക്ക് പി ഗ്യാസ് കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ എന്തുകൊണ്ട് പി ഗ്യാസിന് വാല്യൂ കൊടുത്തു, പി എക്സ്റ്റേണൽ വാല്യൂ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന വാല്യൂ നമുക്കറിയില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഗിവൺ ആയിരിക്കില്ല. അപ്പോൾ ഡി വി into dw ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇനി we know that this is an ideal gas, right? Ideal gasൻ്റെ p gas എന്ന് പറഞ്ഞാൽ that is pv is equal to nRT and we know that p is equal to nRT by v എന്ന് പറയാൻ പറ്റും. and we know that temperature is constant here. അതാണ് ഇവിടെ ഉള്ള ഐസോതെർമൽ എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഉദ്ദേശം. so dw is equal to minus nRT by v into dv. ഇൻറ്റഗ്രേറ്റ് ചെയ്യാം that is equal to w is equal to minus nRT ln v2 by v1. v2 v1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം, v2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം, ഇനീഷ്യൽ വോളിയം v1. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, നമ്മൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി ആണോ പഠിച്ചതെന്ന്, അല്ലേ? അതാണല്ലോ പഠിച്ചതെന്നുള്ള കാര്യം. അതെ, ആ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താ മനസ്സിലാക്കാൻ വെച്ച് നോക്കൂ, ഡി വി അഥവാ കുറയുന്നുണ്ട് വിചാരിച്ചോ, ഡി വി കുറയുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് പ്ലസ്. ഇപ്പോൾ കണ്ട വർക്ക് ഡൺ കറക്റ്റ് പോസിറ്റീവ് വരുന്നുണ്ട്. ഇപ്പോൾ കമ്പർഷൻ്റെ കേസിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്, കാരണം വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണ്. അത് തന്നെ ആ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്തത്, അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല എന്താണ്, അഥവാ ഇത് പോസിറ്റീവ് ആണ്, ഇയാളുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പഠിച്ച വാല്യൂ പോലെ തന്നെ എല്ലാം കറക്റ്റാണ്. പോസിറ്റീവ് ആണെങ്കിൽ ഇയാൾ നെഗറ്റീവ്, അപ്പോൾ ദാറ്റ് മീൻസ് വർക്ക് എന്താണ് എക്സ്പാൻഡഡ് ആണ്, ദാറ്റ് മീൻസ് വർക്ക് ഇസ് ഡൺ ബൈ സിസ്റ്റം. അതുകൊണ്ട് വർക്ക് നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ എല്ലാം കറക്റ്റ് കൺവെൻഷൻ, സൈൻ കൺവെൻഷൻ കാരണം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ല ഒരു കാര്യം മനസ്സിലാക്കാൻ വെച്ചാൽ ഇത് ലോഗിന് വേണമെങ്കിൽ 2.303 ഇൻറ്റു ln നമുക്ക് ലോഗിലേക്ക് മാറ്റാം. ഇത് ln നമുക്ക് ലോഗിലേക്ക് മാറ്റാൻ പറ്റും. അത് പോട്ടെ. ഇനി മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് ചോദിക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും, അല്ലേ? ഇത് റിവേഴ്സിബിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ അഥവാ പറയും ഇങ്ങനെ ഫോഴ്സസ് വേരിയബിൾ ആണ്, പുറത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സസ് ഒക്കെ വേരിയബിൾ ആണ്, പിന്നെ ഓരോന്നും വളരെ സ്ലോയിലാണ് നടക്കുന്നത്. പിന്നെ എന്താ പ്രഷർ ഓഫ് ദി ഗ്യാസും പ്രഷർ ഓഫ് ദി ഇതും സെയിം ആയിരിക്കും. പ്രഷർ ഓഫ് ദി ഗ്യാസും പ്രഷർ ഓഫ് ദി എക്സ്റ്റേണലും അത് രണ്ട് സെയിം ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സ്, എല്ലാം വളരെ സ്ലോലി നടക്കുന്നത്, ഓരോ സ്റ്റെപ്പും ഇക്വിലിബ്രിയം വൈസ് ആണ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇല്ലോജിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. കൺസെപ്ച്വലി അത് ലോജിക്കൽ അല്ല, പക്ഷേ നമ്മൾ പഠിക്കണം, മേ ബി ക്വസ്റ്റ്യൻസിൽ വരാം. അതെങ്ങനെ മനസ്സിലാക്കുക, ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പുറത്തുനിന്ന് കൊടുക്കുന്ന പ്രഷർ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ പ്രഷർ ഓഫ് ഗ്യാസും പ്രഷർ ഓഫ്
ഈ പറഞ്ഞ എന്താണ് പ്രഷർ ഓഫ് ഗ്യാസും അതേപോലെ പ്രഷർ ഓഫ് എക്സ്റ്റേണലും അത് രണ്ടും സെയിം ആവണം എന്നില്ല. ഓക്കെ, ഇൻറ്റേർണൽ പ്രഷർ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അതുകൊണ്ടാണ് മുകളിലോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അത് മുകളിലോട്ടേക്ക് ഈക്വേഷന് മുകളിലോട്ടേക്ക് പോയാലും താഴോട്ടേക്ക് പോയാലും സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം അത്രയേ ഉള്ളൂ. താഴോട്ടേക്ക് ചെറിയ വോളിയം വലിയ വോളിയം ഒന്നുമില്ല. V2 മൈനസ് V1 ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം അത്രയേ ഉള്ളൂ. ഇത് കംപ്രഷനും വർക്കാവും അതേപോലെ എന്താണ് എക്സ്പാൻഷനും വർക്കാവും. ഓക്കെ, ഈക്വേഷൻ അതേപോലെ തന്നെ. ഇനി അടുത്ത ഇക്വേഷൻ കണ്ടെത്താൻ പോകുന്നത് റിവേഴ്സിബിൾ അല്ല ഇറവേഴ്സിബിൾ പ്രോസസ്സിലുള്ള ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നോക്കേണ്ടത്. അതിലാണെങ്കിലും രണ്ട് എക്സ്പാൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് കംപ്രഷൻ ആയിക്കോട്ടെ, രണ്ടിൽ ഇക്വേഷൻ വർക്ക്. ഇവിടെ മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പി ഗ്യാസ് അതൊരിക്കലും എന്താണ് നോട്ട് ഈക്വൽ ടു പ്രഷർ എക്സ്റ്റേണൽ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈക്വൽ അല്ല കാരണം വെച്ചാൽ ഇവിടെ റിവേഴ്സിബിൾ അല്ല, ഇവിടെ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അത്യാവശ്യം ഫാസ്റ്റിൽ നടക്കുന്ന പരിപാടിയായിരിക്കും, അല്ലാണ്ട് റിവേഴ്സിബിൾ പോലെ വളരെ സ്ലോയിലല്ല നടക്കാൻ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇങ്ങനെ പെട്ടെന്നെല്ലാം പോകും. ഈ പറഞ്ഞ പിസ്റ്റൺ പെട്ടെന്ന് മുകളിലോട്ടേക്കും പെട്ടെന്ന് എക്സ്പാൻഡ് ആവും. ഓക്കെ, അപ്പം നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്നത് കംപ്ലീറ്റ്ലി ഇറിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ തിയററ്റിക്കലി പറയുമ്പോൾ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിൽ നടക്കുന്ന പരിപാടി. പക്ഷേ ഇവിടെ നല്ല ഫാസ്റ്റിൽ നടക്കുന്ന പരിപാടിയാണ്. ഫാസ്റ്റിൽ നടക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോളിക്യൂൾസിൻ്റെ ഗ്യാസ്, ഈ താഴെയുള്ള ഗ്യാസ് ഉണ്ടാവും, ഗ്യാസ് പാർട്ടിക്കിൾസ്, താഴെയുള്ള ഗ്യാസ് പാർട്ടിക്കിൾസിന് വേറെ പ്രഷറായിരിക്കും. ഓക്കെ, അതേപോലെ പെട്ടെന്ന് നടക്കുന്ന പരിപാടിയാണ്. വളരെ സ്ലോയിൽ നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂണിഫോം ആയിട്ടായിരിക്കും പ്രഷർ ഉണ്ടാവും, കാരണം പ്രഷർ ഡിഫറൻസ് അങ്ങനെ പെട്ടെന്ന് തിരിയില്ല. പക്ഷേ ഇവിടെ പെട്ടെന്ന് നടക്കുന്ന പരിപാടിയായിട്ട് മുകളിലുള്ള പാർട്ടിക്കിൾസിന് വേറെ പ്രഷർ, കാരണം അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി, കാരണം പെട്ടെന്നല്ല മുന്നോട്ട് പോയാൽ. പക്ഷേ താഴെയുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് നേരത്തെ ഉള്ള പോലെ തന്നെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ കംപ്ലീറ്റ് ഗ്യാസിന് പ്രഷർ യൂണിഫോം അല്ല എന്ന് പറയാൻ പറ്റും. അപ്പം ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് പ്രഷർ ഡിഫൈൻഡ് അല്ല, പ്രഷർ ഓഫ് ഗ്യാസ് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാൻ പറ്റും വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പി ഇൻറ്റു എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഡി വി കേട്ടോ. സോ വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. ഇത് പി എക്സ്റ്റേണൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി എന്ന് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ എന്താണ് വർക്ക് ഡൺ ഫോർ ഐസോതെർമൽ എന്താണ് ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പി ഗ്യാസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെന്താണ് ഇവിടെ പി എക്സ്റ്റേണൽ കോൺസ്റ്റൻ്റ് അത് പുറത്തോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ പി എക്സ്റ്റേണൽ ടേംസിലായിരുന്നു, നേരത്തെ പി ഗ്യാസിൻ്റെ ടേംസിലായിട്ട് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വളരെ കുറച്ചുകൂടി നല്ലൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കുക.